എവിടെ പോവാ? അമ്പൂറ്റിയുടെ വീട്ടിൽ പോണം അല്ലേ? ഞങ്ങള് ഗുരുവായൂരൊന്ന് പോകുവാണ്. ഇപ്പൊ സമയം എത്രയായപ്പോ? 8 മണി. അപ്പൊ ഇനി ഞങ്ങളൊന്ന് ചേർത്തലയിന്ന് പുറപ്പെട്ടു. പോക്കറ്റായിട്ട് എടുക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ, ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്നുള്ളത്. ഞങ്ങളിവിടുന്ന് 8 മണിക്ക് പുറപ്പെട്ടു. ഞങ്ങളവിടെ ഒരു പതിയാണ് കേട്ടോ പോയേ, അതുകൊണ്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നതിന് ശേഷം അമ്പലത്തിന് തൊട്ട് അടുത്തായിട്ട് നല്ലൊരു റൂം കിട്ടി. അങ്ങനെ രാത്രിത്തെ അത്താഴം കഴിക്കാനായിട്ട് നമ്മൾ എറണാകുളത്ത് വൃന്ദാവൻ ഹോട്ടലാണ് കേട്ടോ കയറിയത്. നല്ല ഫുഡാണ് അവിടെ, ഞങ്ങൾ മിക്കപ്പോഴും കയറാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് സാവധാനം ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ തൃശ്ശൂരെത്തി. നല്ലൊരു ഹോട്ടൽ കിട്ടി. അവിടെ ഞങ്ങൾ റൂം എടുത്ത് ഫ്രഷായി. നമ്മളത് രാവിലെ തന്നെ തൊഴാനായിട്ട് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ക്യൂ കിട്ടി. അതുമൂലം ഒരു 10-15 കല്യാണം ഞങ്ങൾക്ക് കാണാനും സാധിച്ചു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം വലുത് തന്നെയാണ്. പിന്നെ കുറേ ഡാൻസും പാട്ടും തിരുവാതിരയും ഒക്കെ കാണാൻ പറ്റി. വന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു. ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചത് ഏകദേശം 11 മണിയായപ്പോഴാണ് കേട്ടോ. അത് അമ്പലത്തിൻ്റെ തൊട്ട് വാതിക്കയിൽ നിന്ന് തന്നെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അമ്പലത്തിന് ചുറ്റും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും സാധിക്കത്തില്ല. ഞങ്ങളതുകൊണ്ട് ദൂരത്തുനിന്ന് തന്നെയാണ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തത് തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകണം. അപ്പോൾ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് കരുതി. 2 മണിയായപ്പോൾ ഞങ്ങൾ ചേർത്തലൊക്കെ ഇറങ്ങി കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് പോയിട്ട് വന്നു. എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.